ഹരി ഓം എല്ലാവർക്കും ലിയോസ് മഹാസ്ട്രോവേദിക് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരെയും സഹസ്രം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുലാം രാശിക്കാരുടെ ഇപ്പോഴത്തെ രാശിചക്രങ്ങൾ എങ്ങനെയാണ്, അവരിപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കടന്നു പോകുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മുടെ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശിക്കാർക്ക് ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ ശുക്രദശയാണെന്ന്, ശരിക്കും അവർക്ക് ഇപ്പം ഭയങ്കര ഭാഗ്യത്തിൻ്റെ ദിവസമാണ്. ഉച്ചസ്ഥായിലാണ് ഭാഗ്യം നിൽക്കുന്നത്. ധനലാഭമാണെങ്കിലും വാഹനഭാഗ്യമാണെങ്കിലും യശസ്സാണെങ്കിലും മനഃശാന്തി ആണെങ്കിലും അങ്ങനെ ഒട്ടനവധി ഭാഗ്യങ്ങളുടെ ഉച്ചസ്ഥായിലാണ് നമ്മുടെ തുലാം രാശിക്കാരിപ്പോൾ നിൽക്കുന്നത്. ധനലാഭം ലഭിക്കും, അതായത് ഉയർന്ന ജോലിയിലേക്കുള്ള പ്രവേശനം ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരും. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുവാനായിട്ടുള്ളൊരു യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേരും പെരുമയും യശസ്സും വർദ്ധിക്കും. നമ്മുടെ മനഃശാന്തി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പോകും. കടബാധ്യതകളെല്ലാം തീരും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് പുതിയൊരു ഭവന യോഗം, അതായത് ഒരു വീട് നിർമ്മിക്കുന്ന അവർക്കൊരു വീട് കിട്ടും, അതായത് ഒരു ഭവനയോഗം അവരിൽ കാണുന്നുണ്ട്. തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. വരുന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയാതെ അത് കൈക്കുമ്പിളിൽ ചേർത്ത് പിടിച്ച് അത് മുന്നോട്ട് പോകാൻ നോക്കണം. എല്ലാ ദിവസവും, അതായത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിനാണോ മുന്നിട്ടിറങ്ങുന്നത് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഗണപതി നടയിൽ വിഘ്നേശ്വരൻ്റെ മുന്നിൽ ഒരു നാളികേരോ കറുകമാലയോ നൽകേണ്ടത് അത്യാവശ്യമാണ്. അല്ലറ ചില്ലറ വിഘ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള വിഘ്നങ്ങളൊന്നുമല്ല, എന്നാലും ആ വിഘ്നങ്ങൾ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നാളികേരോ ഒരു കറുകമാലയോ ഗണപതി നടയിൽ ഉടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഭഗവാനെ കണ്ടു വണങ്ങിയിട്ട് വേണം ഏതൊരു കാര്യത്തിനും ഇറങ്ങുവാൻ. ഇപ്പം തുലാരാശിക്കാർക്ക് ഇപ്പം നല്ല സമയമാണ്. പുതിയതായിട്ടൊരു ജോലിയൊക്കെ ആരംഭിക്കുന്നതിനും പുതിയൊരു ജോലി തുടങ്ങുന്നതിനും ഒക്കെ അടിപൊളി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സമയമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.